ഗജകേസരി യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. 2025 പിറക്കും മുമ്പ് തന്നെ ഈ നക്ഷത്രജാതകർക്ക് അങ്ങനെ ഒരു മഹാഭാഗ്യം വന്നു ചേരും. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും. ആഗ്രഹങ്ങളൊക്കെ ഇവർക്ക് സഫലമാകും. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടന്നെത്തുന്നത്. ദുരിതങ്ങൾ മാറണം, ദുഃഖങ്ങൾ ഒഴിയണം എന്ന് തന്നെയാണ് നമ്മുടെ ഒക്കെയും പ്രാർത്ഥന. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും. എന്നാൽ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രജാതകർക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ചില ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും. ചില സമയത്ത് നമ്മൾ അങ്കമാലിയിൽ പോയി ടിക്കറ്റ് എടുക്കാറുണ്ട്, ലോട്ടറി ടിക്കറ്റ്. എന്നാൽ ചിലപ്പോൾ കരുതും തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്താൽ എന്താണെന്ന്. ചിലപ്പോൾ കരുതും ദുബായ് ലോട്ടറി നമുക്ക് എടുത്താൽ എന്താണെന്ന്. അങ്ങനെ പല രീതിയിലുള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ സമയം മാറുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ചില നക്ഷത്രജാതകർക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും. 2025 പിറക്കും മുമ്പ് തന്നെ മഹാഭാഗ്യം തേടി വരുന്ന എല്ലാ രീതിയിലും സമൃദ്ധി ആഘോഷിക്കാൻ കഴിയുന്ന നക്ഷത്രജാതകരുണ്ട്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും ഒക്കെ ഒരു വലിയ ഗുണാനുഭവം ഈ നക്ഷത്രജാതകർക്ക് ഇനി ലഭിക്കും. 2025 ശനി മാറുന്നുണ്ട്, രാഹു മാറുന്നുണ്ട്, അതുപോലെ തന്നെ വ്യാഴം കേതു, ഇതൊക്കെ മാറ്റങ്ങളാണ്. രാഹു കേതു മാറ്റമൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഇവരുടെ പ്രതിസന്ധികളൊക്കെ അകന്ന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ല, സന്തോഷമായിരിക്കേണ്ട സമയം തന്നെയാണ്. ഒരുപാട് അപവാദങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, വിശ്വസിച്ചവരെല്ലാം ചതിച്ചിട്ടുണ്ട്. ആർക്ക് എന്ത് നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുമൊക്കെ ഇവർക്ക് ഒരുപാട് തിക്തമായ അനുഭവങ്ങളാണ് വന്നു ചേർന്നിട്ടുള്ളത്. പക്ഷേ ഇവർ എപ്പോഴും ഈശ്വരവിശ്വാസികളാണ്. ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. ഇവരുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ഇവർ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടി മാറ്റിത്തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് വിജയിക്കുവാൻ സാധിക്കും. ഇവർ എവിടെയാണെങ്കിലും, ഏത് ലോകത്താണെങ്കിലും, ദുബായിലായിക്കൊള്ളട്ടെ, ഇസ്രയേലിലായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഈ നക്ഷത്രജാതകരുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നു. വലിയ മാറ്റം ഇവർക്ക് വന്നു ചേരുന്നു. ഇവരെ സംബന്ധിച്ച് മാളവ്യ രാജയോഗമാണ്. മാളവ്യ രാജയോഗം വന്നു ചേർന്നാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആ നക്ഷത്രജാതകരെ, ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്കറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതുപോലെ തന്നെ ഞായറാഴ്ച ഗണപതി ഹോമമുണ്ട്. ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെ വിശേഷാൽ ഗണപതി ഹോമമാണ്. ഏകദേശം ഒരു 500 പേരെയെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. തീർച്ചയായും പൂജ ചെയ്യും. ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറ്റി ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ഭാഗ്യമേറെ വന്നു ചേരുന്ന, ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന, നേട്ടങ്ങൾ ഒരുപാട് കഴിയുന്ന മാളവ്യ രാജയോഗം വന്നു ചേരുന്ന നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. പ്രതിസന്ധികൾ അകലുന്നു, ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരുന്നു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാൽപ്പായസം നടത്തുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കാർത്തിക നക്ഷത്ര ജാതകർ ദർശനം നടത്തിയതിന് ശേഷം പാൽപ്പായസം, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക. പേരും നാളും പറഞ്ഞു വേണം ചെയ്യാൻ. ജ്യോതിഷപ്രകാരം ഏറ്റവും അധികം ഭാഗ്യം നൽകുന്ന നക്ഷത്രജാതകരെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയും. സമ്പത്ത് വന്നു ചേരും, പുതിയ വീട് വയ്ക്കാൻ കഴിയും, വലിയ കാറ് വാങ്ങാൻ കഴിയും. നമ്മളതൊക്കെ ഒന്ന് സ്വപ്നം കണ്ടു നോക്കേ, വലിയൊരു കാറിൽ സഞ്ചരിക്കുന്നതായി. തീർച്ചയായും നിങ്ങൾക്കതിന് സാധിക്കും. അത്രയധികം യോഗമുള്ള നക്ഷത്രജാതകരാണ് കാർത്തിക. അടുത്ത നക്ഷത്രം മകയിരമാണ്. കടബാധ്യതകൾ മാറിക്കിട്ടും. ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക.
ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ദുർഗാദേവിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറും. അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും അകറ്റും. നിങ്ങളിപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതുക. വലിയൊരു പ്രതിസന്ധിയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ഏത് പ്രതിസന്ധിയും മാറിക്കിട്ടും. അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അകലും. ഭഗവതി അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തരുന്നതാണ്, ഉറപ്പായും. അടുത്തത് ആയില്യമാണ്. ആയില്യത്തിനും ഭാഗ്യമാണ്, ആയില്യത്തിന് ഐശ്വര്യമാണ്. കടബാധ്യതകൾ മാറിക്കിട്ടും, സർവൈശ്വര്യം വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വലയുന്നവരാണ്. ഏത് വലയുന്ന സമയത്തും നിങ്ങൾക്ക് ഭഗവതിയെ ഒന്ന് വിളിച്ചാൽ മതി. ഭഗവതി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അമ്മ പൊന്നുതമ്പുരാട്ടി നിങ്ങൾക്ക് ഒരുപാട് സർവൈശ്വര്യം തരും. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. വരാഹിദേവിയെയും പ്രാർത്ഥിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിന് കാരണമാകും. ജീവിതം മാറും. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ അത്തം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. അത്തം സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. പേരും നാളും പറഞ്ഞു വേണം ഇത് ചെയ്യാൻ. ജ്യോതിഷപ്രകാരം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് എത്തുന്ന നക്ഷത്ര ജാതകരിൽ ചോതിയുണ്ട്. ചോതിക്കിതിനി സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. അലട്ടുന്ന ഏതൊരു പ്രശ്നത്തെയും അകറ്റാൻ സാധിക്കും. വരാഹി ദേവിക്ക് അതിനുള്ള കഴിവുണ്ട്. അത് നിങ്ങൾക്കും നൽകുന്നതാണ്. അതായത് വരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞാൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയും മാറിക്കിട്ടും. അതുപോലെ തന്നെ ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുക. ശുഭഫലങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ജീവിതം മാറി മറിയും. ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. കുറച്ച് കാലങ്ങളായി തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ആ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. തിരുവോണ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ സർവൈശ്വര്യം വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും തിരുവോണ നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. തിരുവോണത്തിന് ഇത് ഭാഗ്യത്തിൻ്റെ ദിനം തന്നെയാണ്. തിരുവോണത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും അകലാൻ പോവുകയാണ്. തിരുവോണം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതിക്കും സമയം തെളിയുന്നു. ശുക്രൻ്റെ രാശിമാറ്റം വലിയൊരു നേട്ടമാണ് ഇവർക്ക് നൽകുക. ഇവർ ഏതൊരു പ്രതിസന്ധിയും മറികടക്കും. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ഭഗവതി അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറ്റി സർവൈശ്വര്യം നിങ്ങൾക്ക് തരും. മംഗല്യഭാഗ്യങ്ങൾ തരും. അതായത് ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എങ്കിൽ മക്കളുടെ വിവാഹം, അതല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മക്കളുടെ ജോലി, ഇതിലൊക്കെ നിങ്ങൾക്കൊരു വലിയൊരു ഉയർച്ച. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നക്ഷത്ര ജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവൈശ്വര്യമാണെന്ന്. ദേവി പൊന്നുതമ്പുരാട്ടി അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും വളരെ പെട്ടെന്ന് തന്നെ നീക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ വലിയ പ്രതിസന്ധികളൊന്നും നിങ്ങൾക്കുള്ള ജീവിതത്തിൽ വരരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ല സമയമാണ്. ദാനധർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. വിജയിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. നന്ദി, നമസ്കാരം.